ഇപ്പോൾ സിറ്റിയിൽ മുഴുവൻ ജനങ്ങളെല്ലാം പേടിച്ചോടുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഉൽക്കകൾ ഇപ്പോൾ അവിടെ വന്ന് വീഴുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ജനങ്ങളെ രക്ഷിക്കുവാനായി നമ്മുടെ അവെഞ്ചേഴ്സ് അവിടെ വരുന്നു. എന്നിട്ട് അവരെല്ലാവരും സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉൽക്കകളെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അങ്ങനെ ഉൽക്കകളെല്ലാം നശിപ്പിച്ച് സിറ്റിയെ രക്ഷിച്ചതിൻ്റെ ആശ്വാസത്തിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ അവെഞ്ചേഴ്സ് പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര വലുപ്പമുള്ള ഒരു ഉൽക്ക ഇപ്പോൾ സിറ്റിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങാനും ഭൂമിയിൽ വന്ന് വീണാൽ ആ സിറ്റി അടക്കം പലതും നശിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ അവെഞ്ചേഴ്സൊക്കെ ആ ഉൽക്കയെ നശിപ്പിക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ അവെഞ്ചേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ആ ഉൽക്കയെ തകർക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ ഉൽക്ക സിറ്റിയുടെ നേരെ വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ അവെഞ്ചേഴ്സ് ഇനി എന്ത് ചെയ്യുമെന്ന് പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവെഞ്ചേഴ്സും ജനങ്ങളെല്ലാം അവിടെ പേടിച്ച് നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ആ ഉൽക്കയ്ക്ക് എന്തോ സംഭവിക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാകുന്നു. പക്ഷെ അത് സ്വയം പൊട്ടിത്തെറിച്ച് പോയതല്ല, പകരം ആ ഉൽക്കയെ ഒരാൾ ഇല്ലാതെയാക്കിയതാണ്. ഇപ്പോൾ ആ ഉൽക്കയെ ഇല്ലാതെയാക്കിയ ആളിനെ അവെഞ്ചേഴ്സ് അവിടെ കാണുന്നു. ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല മസിലുള്ള ഒരുത്തനാണ് ആ ഉൽക്കയെ നശിപ്പിച്ച് ഇപ്പോൾ ഭൂമിയെ രക്ഷിച്ചിരിക്കുന്നത്. അതാരാണെന്നോ എന്താണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ നമ്മുടെ അവെഞ്ചേഴ്സിന് അറിയില്ല. പെട്ടെന്ന് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള അവെഞ്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആണ് ഇനി കാണിക്കുന്നത്. ആ മീറ്റിങ്ങിൽ അവർ അന്ന് ആ ഉൽക്കയെ നശിപ്പിച്ച് ഭൂമിയെ രക്ഷിച്ച ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട ആ മസിലുകാരനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ മസിലുകാരൻ്റെ പേരാണ് ഹൈപ്പീരിയൻ. പുള്ളിക്കാരനെ ഉൽക്കയെ തകർത്തതിന് ശേഷം പിന്നീട് സിറ്റിയിൽ എന്ത് ക്രൈംസ് നടന്നാലും ജനങ്ങൾക്ക് ദോഷമാകുന്ന എന്ത് തന്നെ നടന്നാലും പുള്ളിക്കാരൻ പറന്നു വന്ന് അതെല്ലാം ശരിയാക്കും. എന്നിട്ട് അവിടുന്ന് വേഗം പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ സിറ്റിയിൽ ഒരു ഹീറോയായി മാറിയിരിക്കുകയാണ്. ഈ ഹൈപ്പീരിയൻ്റെ പേരല്ലാതെ പുള്ളി ശരിക്കും ആരാണ്, എവിടെ നിന്ന് വന്നുവെന്നോ, ഇവനിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ പുറകിൽ ഭൂമിക്ക് ദോഷകരമായ എന്തെങ്കിലും ലക്ഷ്യം ഇവനുണ്ടോ എന്നോ ആർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അവെഞ്ചേഴ്സ് ഹൈപ്പീരിയനെ പറ്റി അവിടെ സംസാരിക്കുന്നത്. ഇനി ഹൈപ്പീരിയൻ നല്ല ഒരാളാണെങ്കിൽ നമ്മുടെ അവെഞ്ചേഴ്സിൻ്റെ ടീമിലേക്ക് പുള്ളിക്കാരനെ എടുക്കുവാനും അവെഞ്ചേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവെഞ്ചേഴ്സ് ഹൈപ്പീരിയനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുവാനായി ഹൈപ്പീരിയനോട് തന്നെ അതെല്ലാം ചോദിച്ച് അറിയുവാനായി ഹൈപ്പീരിയൻ താമസിക്കുന്നിടത്തേക്ക് അവെഞ്ചേഴ്സ് ചെല്ലുകയാണ്. ഈ ഹൈപ്പീരിയൻ ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ എന്തോ ഒന്നിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സ് ആ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറിയതും അപ്പോൾ തന്നെ ഹൈപ്പീരിയൻ അവെഞ്ചേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് വളരെ മര്യാദയോടും സ്നേഹത്തോടും കൂടി തന്നെ കാണുവാൻ വന്നതിൽ ഒരുപാട് സന്തോഷം തനിക്കുണ്ടെന്ന് പറഞ്ഞ് അവെഞ്ചേഴ്സിനോട് സംസാരിക്കുകയാണ്. അവെഞ്ചേഴ്സിന് ഹൈപ്പീരിയൻ്റെ പെരുമാറ്റമെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സ് ഇവിടെ വന്നതിൻ്റെ കാര്യം ഹൈപ്പീരിയനോട് പറഞ്ഞതും താൻ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും തൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നും അവെഞ്ചേഴ്സിനോട് ഹൈപ്പീരിയൻ പറയുകയാണ്. തൻ്റെ ആ കഥ ഹൈപ്പീരിയൻ തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഹോളോഗ്രാംസായി അവിടെ അവെഞ്ചേഴ്സിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈപ്പീരിയൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പീരിയൻ ഭൂമിയെ പോലെയുള്ള ഒരു പ്ലാനറ്റിലാണ് ജീവിച്ചിരുന്നത്. അവിടെ അവെഞ്ചേഴ്സിനെ പോലെ ഒരു ടീം ഹൈപ്പീരിയനും ഉണ്ടായിരുന്നു. സൂപ്പർ ഹീറോസ് ആ പ്ലാനറ്റിലുണ്ടെങ്കിൽ അവിടെ സൂപ്പർ വില്ലന്മാരും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഈ സൂപ്പർ വില്ലന്മാരുമായി എന്തോ ഒരു യുദ്ധം അവിടെ ഉണ്ടാവുകയാണ്. അത് കാരണം ആ പ്ലാനറ്റ് തന്നെ തകർന്നുപോയി. ഹൈപ്പീരിയൻ തനിക്ക് ആകുന്നത് പോലെയൊക്കെ തൻ്റെ പ്ലാനറ്റിനെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും പുള്ളിക്കാരൻ അത് സാധിച്ചില്ല. മാത്രമല്ല ഹൈപ്പീരിയൻ്റെ ആ തകർന്നുപോയ പ്ലാനറ്റിൻ്റെ കഷ്ണങ്ങളാണ് ഉൽക്കകളായി നമ്മുടെ ഭൂമിയിലേക്ക് നേരത്തെ വന്നത്. അങ്ങനെ ഇപ്പോൾ ഹൈപ്പീരിയൻ്റെ കഥകളെല്ലാം അത്യാവശ്യം നമ്മുടെ അവെഞ്ചേഴ്സ് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഹൈപ്പീരിയനും അവെഞ്ചേഴ്സും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ പെട്ടെന്ന് ഹൈപ്പീരിയൻ സിറ്റിയിൽ ഏതോ ഒരു ക്രിമിനൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നറിഞ്ഞ് അവെഞ്ചേഴ്സിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. വ്രെക്കർ എന്ന സൂപ്പർ വില്ലനാണ് ഇപ്പോൾ സിറ്റിയിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഈ വ്രെക്കറിനെ നേരത്തെ എന്തോ പ്രശ്നമുണ്ടാക്കിയതിന് നീ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഹൈപ്പീരിയൻ ചെറുതായി ഒന്ന് ഭീഷണിപ്പെടുത്തി വിട്ടതായിരുന്നു. ഇപ്പോൾ ഹൈപ്പീരിയനെ കണ്ടതും വ്രെക്കർ ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നും ഞാൻ ചുമ്മാ ഇതുവഴി നടന്നു പോകുമായിരുന്നെന്നും പേടിച്ച് ഹൈപ്പീരിയനോട് പറയുന്നു. പക്ഷേ ഹൈപ്പീരിയൻ അത് വിശ്വസിക്കുന്നില്ല. നിനക്ക് ഞാൻ നന്നാവാൻ ഒരു അവസരം നൽകിയതാണെന്നും പക്ഷെ നീ അത് തെറ്റിച്ചുവെന്നും പറഞ്ഞ് തൻ്റെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് വ്രെക്കറിനെ കൊല്ലാൻ നോക്കിയാണ് ഹൈപ്പീരിയൻ. ഫായിത്തിന് അയൺമാനും ബാക്കിയുള്ളവരും അവിടെ വന്ന് വ്രെക്കറിനെ രക്ഷിക്കുന്നു. എന്നിട്ട് ഹൈപ്പീരിയനോട് നീ എന്താ ഇപ്പോൾ ചെയ്യാൻ പോയതെന്ന് അവെഞ്ചേഴ്സ് ചോദിച്ചതും ഇവനെ പോലെയുള്ള വില്ലന്മാരൊക്കെ എന്തിനാ വെറുതെ ജീവിച്ചിരിക്കുന്നതെന്നും അവരെ കൊന്നുകളയണമെന്നും അതുകൊണ്ട് ആ വ്രെക്കറിനെ കൊല്ലുന്നതിൽ നിന്നും ഇനി നിങ്ങൾ എന്നെ തടയുവാൻ വരരുതെന്നും നമ്മളൊക്കെ ഇനി ഒരു ടീമായി മുന്നോട്ട് പോകേണ്ടവരല്ലേ എന്നും ഹൈപ്പീരിയൻ പറയുകയാണ്. അത് കേട്ടതും അവെഞ്ചേഴ്സ് സൂപ്പർ ഹീറോസായ ഞങ്ങളാരും വില്ലന്മാരുടെ ആരുടെയും ജീവൻ എടുക്കില്ല എന്നും അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്നും മാത്രമല്ല ആരുടെയും ജീവൻ എടുക്കാൻ ഒരുത്തനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നും അതുകൊണ്ട് വ്രെക്കറിനെ കൊല്ലാൻ ഞങ്ങൾ നിന്നെ അനുവദിക്കില്ല എന്നും ഹൈപ്പീരിയനോട് പറഞ്ഞതും ഹൈപ്പീരിയന് ദേഷ്യം വരികയാണ്. നീയൊക്കെ ആരാടാ എന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും എന്നൊക്കെ ചോദിച്ച് ഹൈപ്പീരിയൻ അവിടെയുള്ള അവെഞ്ചേഴ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്യുകയാണ്. അവെഞ്ചേഴ്സും തിരിച്ചടിക്കുന്നുമുണ്ട്. ഹൈപ്പീരിയൻ നമ്മുടെ ഹൾക്കിനെ ഒട്ടും മര്യാദയില്ലാത്ത രീതിയിൽ അടിച്ചു വീഴ്ത്തുന്നു. അതുപോലെ തന്നെ തോറിനെയും പുള്ളി അടിച്ചു തെറിപ്പിക്കുന്നുമുണ്ട്.
പക്ഷേ ഇതിനിടയിൽ ഹൈപ്പീരിയൻ്റെ ഈ പ്രത്യേക സ്വഭാവം കണ്ടതും നമ്മുടെ അയൺമാൻ വേഗം അവിടുന്ന് ഹൈപ്പീരിയൻ്റെ ആ ഷിപ്പിലേക്ക് പോയി പുള്ളിക്കാരൻ്റെ ടെക്നോളജീസ് മുഴുവൻ തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് പരിശോധിക്കുകയാണ്. ഇപ്പോൾ അയൺമാൻ തൻ്റെ ഷിപ്പിൽ കയറിയതറിഞ്ഞ ഹൈപ്പീരിയോൺ വേഗം ഷിപ്പിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ ഹൈപ്പീരിയോൺ തൻ്റെ അടുത്ത് വന്നത് കണ്ടതും നീ ശരിക്കും ആരാണെന്നുള്ള രഹസ്യം താൻ കണ്ടെത്തിയെന്നും പറഞ്ഞ് തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഹൈപ്പീരിയോൻ്റെ ടെക്നോളജി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഹൈപ്പീരിയൻ്റെ മുന്നിൽ ഹോളോഗ്രാംസായി അയൺമാൻ കാണിച്ചതും അതെല്ലാം കണ്ട് ഹൈപ്പീരിയോൺ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പീരിയോൺ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ പ്ലാനറ്റിൽ യുദ്ധമുണ്ടായതുകൊണ്ടാണ് ആ പ്ലാനറ്റ് തകർന്നു പോയെന്നാണല്ലോ. പക്ഷെ അത് കല്ല് വെച്ച നുണക്കഥയായിരുന്നു. ശരിക്കും ഈ ഹൈപ്പീരിയോൺ തന്നെയാണ് അവൻ്റെ ആ പ്ലാനറ്റിനെ നശിപ്പിച്ചത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പീരിയോണിന് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു വാശിയുണ്ട്. പക്ഷെ ആ പ്ലാനറ്റിലുള്ള ആളുകൾ ഹൈപ്പീരിയോൺ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കില്ല എന്ന് ഹൈപ്പീരിയോനോട് പറഞ്ഞ് എതിർത്തു. ഹൈപ്പീരിയോൺ എത്ര പറഞ്ഞിട്ടും ആരും തൻ്റെ വാക്കുകളൊന്നും കേൾക്കില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ള സൂപ്പർ ഹീറോസിനെയും കൊന്ന് അവിടെയുള്ള ജനങ്ങളെയും കൊന്ന് ആ പ്ലാനറ്റ് തന്നെ ഹൈപ്പീരിയോൺ നശിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഹൈപ്പീരിയോണിൻ്റെ യഥാർത്ഥ കഥ. അങ്ങനെ ഇപ്പോൾ തൻ്റെ രഹസ്യം പുറത്തായി അറിഞ്ഞ ഹൈപ്പീരിയോണിന് ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അയൺമാൻ അറ്റാക്ക് ചെയ്യാൻ പോയതും പെട്ടെന്ന് അവിടെ ഹൾക്കും ക്യാപ്റ്റനും ഒക്കെ വരികയാണ്. അത് കണ്ടതും നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഹൈപ്പീരിയൻ അവരോട് പറഞ്ഞതും ഞങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഏതവനായാലും വീഴുമെന്ന് നമ്മുടെ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും ഹൈപ്പീരിയനോട് പറഞ്ഞു തീർന്നതും അങ്ങ് ആകാശത്തു നിന്നും കട്ടക്കലിപ്പിൽ ഇടിമിന്നലുമായി നമ്മുടെ തോർ വന്ന് ഹൈപ്പീരിയനെ ഹൾക്കിൻ്റെ നേരെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഹൾക്ക് ഹൈപ്പീരിയനെ തൂക്കിയെടുത്ത് തറയിലടിക്കുന്നു. ആ അടിയലമേറ്റ് ഹൈപ്പീരിയോൺ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അവിടെ വീണ് കിടക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. സൂപ്പർ ഹീറോയായി ജനങ്ങളെ രക്ഷിക്കാൻ വന്ന ഹൈപ്പീരിയോൺ സൂപ്പർ വില്ലനാണെന്ന കാര്യം ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം അന്ന് അവെഞ്ചേഴ്സുമായി ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ദേഷ്യം വന്ന ഹൈപ്പീരിയോൺ ആ സിറ്റിയെ തന്നെ നശിപ്പിക്കാൻ നോക്കിയിരുന്നു. അത് കണ്ട് ജനങ്ങളെല്ലാം പേടിച്ചുപോയി. അങ്ങനെ ഇപ്പോൾ ഹൈപ്പീരിയോൺ ആരാണെന്ന സത്യം ജനങ്ങൾ അറിഞ്ഞതൊക്കെ വാർത്തയിലൂടെ നമ്മുടെ അവെഞ്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈപ്പീരിയോണിനെ അവെഞ്ചേഴ്സ് ഒരു പ്രത്യേക സെല്ലിൽ തടവിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റിയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി അവെഞ്ചേഴ്സ് സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.